ഏതൊരു മാതാപിതാക്കളുടെയും ജീവിതാഭിലാഷങ്ങളിലൊന്നായിരിക്കും തങ്ങളുടെ മക്കൾ നന്നായി കാണുക എന്നത്. എന്നാൽ അവരോട് എനിക്ക് പറയാനുള്ളത്, അങ്ങ് റാക്കില് ഒരിക്കലൊരു ഗ്രാമത്തില് ഒരു ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ ഒരു പുഴക്കരയിൽ ഇങ്ങനെ വിശ്രമിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വല്ലാത്ത വിശപ്പ് അനുഭവപ്പെടുന്നുണ്ട്. ആ സമയത്താണ് പുഴയിലൂടെ ഒരു അത്തിപ്പഴം ഇങ്ങനെ ഒഴുകി വരുന്നത്. കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി അദ്ദേഹം പെട്ടെന്ന് എടുത്ത് ഭക്ഷിച്ചു കളയാണ്. പക്ഷേ പിന്നീടാണ് അദ്ദേഹം ചിന്തിക്കുന്നത്, താൻ ഈ കഴിച്ചത് ആരുടെ പഴമായിരിക്കും, അതിൻ്റെ യജമാനൻ തനിക്കത് പൊരുത്തപ്പെട്ട് തന്നിട്ടുണ്ടാകും. ജീവിതത്തിൽ വല്ലാതെ സൂക്ഷ്മത പുലർത്തിയിരുന്ന അബൂ സ്വാലിഹ് എന്ന ചെറുപ്പക്കാരൻ്റെ ഹൃദയം വല്ലാണ്ട് അലമുറയിട്ട് കരയാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം അതിൻ്റെ യജമാനെ കണ്ടെത്താനായി ഇറങ്ങിത്തിരിക്കുകയാണ്. അങ്ങനെ ദിവസങ്ങൾ ആഴ്ചകൾ മാസങ്ങളായി. ഒടുക്കം ഒരു ദിവസം തൻ്റെ ഗ്രാമത്തിൽ നിന്ന് എത്രയോ വിദൂരത്തായി അദ്ദേഹം ആ പുഴക്കരയിലൊരു അത്തിപ്പഴത്തോട്ടം കണ്ടെത്തിയ ഉടനെ തന്നെ അദ്ദേഹം അതിൻ്റെ യജമാനെ പോയി കണ്ടിട്ട് കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചിട്ട് അദ്ദേഹത്തോട് പറയുന്നുണ്ട്, നിങ്ങൾ എനിക്കത് പൊരുത്തപ്പെട്ട് തരണം, എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് തരാനായി ഒന്നും തന്നെയില്ല. ചെറുപ്പക്കാരൻ്റെ വാക്കുകൾ കേട്ട അബ്ദുല്ലാഹി സൗമൈ എന്ന് പറയുന്ന ആ തോട്ടക്കാരൻ ഒരു നിമിഷം അത്ഭുതപ്പെട്ട് പോവുകയാണ്. എൻ്റെ ഒരു കണ്ണ് കിട്ടിയ പഴം കഴിച്ചതിന് വേണ്ടി എന്നോട് പൊരുത്തം ചോദിക്കാനായി കിലോമീറ്ററുകൾ താണ്ടി മാസങ്ങളോളം സഞ്ചരിച്ചു ചെറുപ്പക്കാരൻ വന്നിരിക്കുന്നു. അദ്ദേഹത്തിന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ആ ചെറുപ്പക്കാരൻ അങ്ങനെ അങ്ങ് വിട്ടുകളയാൻ കൂട്ടാക്കുന്നില്ല. അദ്ദേഹം അവനോട് പറയുകയാണ്, ഞാൻ നിനക്ക് പൊരുത്തപ്പെട്ട് തരണമെങ്കിൽ നീ എൻ്റെ കൂടെ കുറച്ചു കാലം ജോലി ചെയ്യണം. റബ്ബിൻ്റെ പ്രീതി മാത്രം കാംക്ഷിച്ചിരുന്ന ആ ചെറുപ്പക്കാരൻ താൻ കഴിച്ച ഭക്ഷണം ഹലാലാക്കുന്നതിനായി ആ തോട്ടത്തിൽ ജോലി ആരംഭിക്കുകയാണ്. വർഷങ്ങൾ പിന്നിട്ട് ഒരു ദിവസം അബ്ദുല്ലാഹി സൗമൈ വന്നുകൊണ്ട് പറയുകയാണ്, മോനെ, നീ ഒരുപാട് കാലമായല്ലോ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നു. ഇനി എൻ്റെ ഒരാഗ്രഹം കൂടി സാധിപ്പിച്ചു തന്നാൽ നിനക്ക് പോകാം. അത്യാവശ്യത്തോടു കൂടി കാര്യം തിരക്കിയ അബൂ സ്വാലിഹ് എന്ന ചെറുപ്പക്കാരനോട് അബ്ദുല്ലാഹി സൗമൈ പറയുകയാണ്, നീ എൻ്റെ മകളെ വിവാഹം കഴിക്കണം. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം അബ്ദുല്ലാഹി സൗമൈ വീണ്ടും തുടർന്നു, പക്ഷേ ഒരു കുഴപ്പമുണ്ട്. എൻ്റെ മകൾ അന്ധയാണ്, മാത്രമല്ല അവൾ മൂകയും ബധിരയുമാണ്. അബൂ സ്വാലിഹ് എന്ന ചെറുപ്പക്കാരൻ ഒരു നിമിഷം തകർന്നു പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ചിന്തകൾ മാറി മറിഞ്ഞു. ഒടുവിൽ അദ്ദേഹം അബ്ദുല്ലാഹി സൗമൈയെ തൻ്റെ തീരുമാനം അറിയിച്ചു. എൻ്റെ റബ്ബിൻ്റെ പ്രീതിക്കായി എന്തും ത്യജിക്കാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ കാനൂത്തൊക്കെ കഴിഞ്ഞ് മണിയറയിലേക്ക് കടന്നു വരുന്ന മണവാട്ടി സുന്ദരിയും സുമുഖിയുമായ ഫാത്തിമയെ കണ്ട അബൂ സ്വാലിഹ് എന്ന ചെറുപ്പക്കാരൻ തൻ്റെ ഇരു കണ്ണുകളും ഇറുകെ ചിമ്പിക്കൊണ്ട് വിളിച്ചു പറയാണ്, അയ്യോ, ഇതെൻ്റെ ഭാര്യയല്ല, എൻ്റെ ഭാര്യ അന്ധയാണ്, അവൾ മൂകയും ബധിരയുമാണ്. ആ സമയത്താണ് അബ്ദുല്ലാഹി സൗമൈ വന്നുകൊണ്ട് പറയുന്നത്, അയ്യോ മോനെ, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എൻ്റെ മോൾക്ക് ഹറാമ് കാണുന്ന കണ്ണുകളോ ഹറാമ് കേൾക്കുന്ന കാതുകളോ ഹറാമ് മന്ത്രിക്കുന്ന ചുണ്ടുകളോ ഇല്ല എന്നാണ്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹിൻ്റെ റസൂലിൻ്റെ അഹ്ലു ബൈത്തിൽ പെട്ട അബൂ സ്വാലിഹ് എന്ന ചെറുപ്പക്കാരൻ്റെയും അബ്ദുല്ലാഹി സൗമൈയുടെ മകളായ ഫാത്തിമ എന്ന പത്നിയുടെയും അവരുടെ ആ ദാമ്പത്യത്തിൽ നിന്നായിരുന്നു പിൽക്കാലത്ത് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി പിറവിയെടുക്കുന്നത്. ചുരുക്കത്തിൽ, ഏതൊരു മാതാപിതാക്കളുടെയും ജീവിതാഭിലാഷങ്ങളിലൊന്നായിരിക്കും തങ്ങളുടെ മക്കൾ നന്നായി കാണുക എന്നത്. എന്നാൽ അവരോട് എനിക്ക് പറയാനുള്ളത്, തങ്ങളുടെ മക്കൾ നന്നായി കാണണമെങ്കിൽ അതിലെ ആദ്യ പടി എന്ന് പറയുന്നത് നമ്മൾ തന്നെ സ്വയം നന്നാവലായിരിക്കും.